ഹായ് ഓൾ, വെൽക്കം ടു കോമേഴ്സ് ഗൈഡിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, രണ്ട് പേരിൽ ഇത് അറിയപ്പെടും, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതെന്താ പേര് അങ്ങനെ കൊടുത്തേക്കണേ, പേടിക്കാനൊന്നുമില്ല, അത് സെയിൽസാണ്. പിന്നെന്താ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് അതെന്താ സംഭവം, അത് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലോസിങ് സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് തന്നെ പറയുന്ന പേരാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര? 6,05,80,000. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ഇവിടെ രണ്ടാമത്തെ കൊടുത്താണ്, പിന്നെന്താ ലാസ്റ്റ് ഇയർ ഇവിടെ, അതായത് കറണ്ട് ഇയർ ഇവിടെ ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റിക്കാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ചെയ്യുമ്പോൾ നോക്കണം. പിന്നെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതെ അടുത്തത്. ഇത് കംപ്ലീറ്റ് നമ്മൾ തെറ്റിയാളെ പരിപാടിയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഇൻവെൻട്രീസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻവെൻട്രീസ് എന്താണ്? ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈപ്സ് ഓഫ് സ്റ്റോക്സ്. അതിൽ നമ്മൾക്കിപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമല്ല, അതിൽ പ്രോഗ്രസ് ആയിട്ടിരിക്കുന്നത്, അതായത് ഒരു ഗുഡ്സ് നമുക്ക് ഉണ്ടാക്കുന്ന ആ സമയത്ത് എന്താണ്, അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ അതും ഇൻവെൻട്രീസിൽ വിടും. പിന്നെന്താ റോ മെറ്റീരിയൽസ്, അതും ഇൻവെൻട്രീസിൽ വിടും. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇത് നമ്മൾ 2 പീരീഡിലേക്ക് നോക്കുന്നുണ്ട്, അതല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടായ ചേഞ്ച്, അതിൽ ഇൻവെൻട്രിയിലുണ്ടായ ചേഞ്ച്, അത് P&L അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇൻവെൻട്രിയിലുണ്ടായ ചേഞ്ച്. അത് നേരെ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ അത് അസറ്റിലുണ്ടായ ചേഞ്ചാണ് നോക്കുക. ഓക്കെ. അപ്പോൾ അതർ ഇൻകം ഇനി അടുത്തത്, അത് അതർ ഇൻകം അവിടെ എഴുതിയിട്ടുണ്ട് എന്താണെന്നുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് അതിൻ്റെ എമൗണ്ടും അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി അതർ എക്സ്പെൻസസ് 60,000, 50,000. പിന്നെ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഒരു 40% തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ നമുക്ക് മാതൃക എങ്ങനെയാണെന്നൊന്ന് നോക്കി കളയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാതൃക. അപ്പോൾ മുകളിൽ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ് March 2015, 2016 എഴുതിയിട്ട് ആ ഡയലോഗ് എല്ലാം അവിടുത്തെ ഉണ്ടാവും. നേരത്തെ ഞാൻ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്തപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞില്ലേ, പക്ഷേ ആ ഡയലോഗ് അവിടെ ഉണ്ട്. ഇനി എന്താ, ഒരു പർട്ടിക്കുലർ കോളുണ്ട്, പിന്നെ എ കോളം, അതാണ് 31/3/15. നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം തരുന്ന വർഷം ആദ്യം തന്നെ എഴുതണം, രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ B ആയിട്ട് എഴുതാൻ പാടുള്ളൂ. ക്വസ്റ്റ്യനിൽ അത് നേരെ തിരിച്ചാൽ നിൽക്കണം. ആദ്യം 16 തന്നിട്ടുണ്ട്, പിന്നെ 15 തന്നിട്ടുണ്ട്. ആ എമൗണ്ടുകൾ തെറ്റി പോരുത്, കണക്ക് മൊത്തം തെറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കോളം ആബ്സല്യൂട്ട് ചേഞ്ച്. ആബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിലൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതായത് B കോളത്തിലെ മൈനസ് A കോളത്തിലെ എമൗണ്ട്. പിന്നെ പെർസെൻറ്റേജ് ചേഞ്ച്. നമ്മുടെ മെയിൻ കാര്യം ഇതാണ്. കാരണം നമ്മൾ എന്തിനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് കമ്പാരറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 വർഷത്തെ അല്ലെങ്കിൽ 2 പീരീഡിലത്തെ എന്താണ് സെയിലിൻ്റെയും പിന്നെ ഉണ്ടായ എക്സ്പെൻസിൻ്റെയും, അല്ലെങ്കിൽ സെയിൽ എന്നല്ല ഇൻകം, സെയിലല്ല ഇൻകം എന്നാണ് പറയേണ്ടത്, കാരണം ബാക്കിയുള്ള ഇൻകം എല്ലാതും അതിൽ പെടും. ആ ഇൻകത്തിൻ്റെയും പിന്നെ എക്സ്പെൻസിൻ്റെയും വ്യത്യാസം, ഇൻക്രീസ് ഓർ ഡിക്രീസ്, അത് എത്ര ശതമാനമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിലൂടെ കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് അനലൈസിസ് ടൂളാണ് ഇതൊക്കെ. ഇത് പെടും, അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പെടും, ബാലൻസ് ഷീറ്റ് ഉണ്ട്, പിന്നെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, പിന്നെ റേഷ്യോസ്, ഇതെല്ലാമാണ് അനലൈസിസ് ടൂൾസ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ഐറ്റം നോക്കാം, ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആദ്യം, അതെന്താ നെറ്റ് സെയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഫസ്റ്റത്തെ ഇയർ 10 ലക്ഷം വന്നു, പിന്നെ 12,50,000 രണ്ടാമത്തെ ഇയർ വന്നു. അതിനുള്ള B മൈനസ് A ചെയ്തു. അപ്പോൾ ഒരു ഇൻക്രീസാണ് ഉണ്ടായത്. ഇൻക്രീസാണെന്ന് ഇതുപോലെ എഴുതുക. പിന്നെ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കിട്ടി, അതായത് 2,00,000, ഇവിടെ സീല് കിടക്കുന്ന 2,50,000 2,50,000 ബൈ A, അതായത് 10 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ ആ 25 അവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പോൾ 25% എന്തായി, ഇൻക്രീസ് ഉണ്ടായി സെയിലിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ താഴെ എഴുതിയുള്ളത് അതർ ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് 30,000, പിന്നെ അടുത്ത കൊല്ലം 30,000 ഇനി ഉണ്ടായുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കൊല്ലം ഒന്നും പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കുത്ത് വെറുതെയാണ് ബ്ലാങ്കറ്റ് കുത്ത് എഴുതിയിടുക. പിന്നെന്താ, അതെല്ലാം ഇൻകം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യുക, അതങ്ങ് ടോട്ടൽ ചെയ്തിടുക. അപ്പോൾ ടോട്ടൽ റവന്യൂ ഒന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് മൊത്തം നമ്മൾ ആഡ് ചെയ്ത് താഴേക്ക് എടുത്തിടും. അതായത് 10 ലക്ഷം പ്ലസ് 30,000, പിന്നെ 12,50,000 പ്ലസ് 30,000, അതാണ് താഴെ എടുക്കുന്ന എമൗണ്ട്. 12,80,000 എന്ന് പറയുന്നത്. പിന്നെ
ആബ്സല്യൂട്ട് ചേഞ്ചിൻ്റെ ടോട്ടൽ എങ്ങനെ ചെയ്യുക? അത് അതിൻ്റെ മുകളിൽ നോക്കി നമ്മൾ എഴുതിയിടല്ല വേണ്ടത്. ഈ 12,80,000 10,30,000 കൂടി മൈനസ് ചെയ്തിട്ട് അവിടെ ഇൻക്രീസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2,80,000 അപ്പുറത്ത് എഴുതി. അത് കഴിഞ്ഞ് അതിൻ്റെ പെർസെൻറ്റേജ് നേരത്തെ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെയാണ് ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് നോക്കുക. അപ്പോൾ 24.27. അപ്പോൾ ഇതിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കണം ഇൻകത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എന്തായി, ഇത്രയും 24.27 ഇൻക്രീസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇൻകം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസ് എഴുതാം. ഇനി കുറച്ച് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ഇനി പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എഴുതി, എന്തെഴുതി, അതിൻ്റെ എമൗണ്ട് എഴുതി, നേരത്തെ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ സി കോളം ചെയ്യാൻ നമ്മൾ. ഇത് ഇൻക്രീസാണ് ഉണ്ടായത്. അപ്പോൾ 3.45 ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത് എന്താ, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഒരു 50,000 പിന്നെ ഒരു 40,000. അവിടെയാണ് പണി കിട്ടിയത്. 2015 50,000 ആയിരുന്നു, പിന്നെ എന്തായി 40,000. അപ്പോൾ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിക്രീസ് എങ്ങനെ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിക്രീസ് അപ്പുറത്ത് എഴുതിയിട്ട് അതൊരു കോളത്തിലാക്കുക, അങ്ങനെ കാണിക്കുക. അതുപോലെ തന്നെ പെർസെൻറ്റേജ് എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ. ഇപ്പോൾ 20% ഡിക്രീസാണ് ഉണ്ടായത്, അപ്പോൾ കോളത്തിലാക്കിയത് കാണിക്കുക. പിന്നെ അതർ എക്സ്പെൻസ് ഉണ്ട്, 50,000 എഴുതി. സെക്കൻഡ് ഇയർ എത്രയാണ്, 60,000. 10,000 ഇൻക്രീസ് 20%. പിന്നെ ടോട്ടൽ ചെയ്തല്ല, ഇപ്പോൾ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞു ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ അത് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് മുകളിൽ നിന്ന് ഇപ്പോൾ ഏക്കോളം ടോട്ടൽ ചെയ്യണമെങ്കിൽ മുകളിൽ നിന്ന് പറയുമ്പോൾ റവന്യൂവിൻ്റെ ടോട്ടൽ നമ്മൾ നോക്കരുത്, എക്സ്പെൻസ് തൊട്ട്. അതായത് 5,80,000 50,000 കാണാം ഏക്കോളത്തിൻ്റെ, അത് എഴുതി അതിൻ്റെ ടോട്ടൽ എഴുതുക 6,80,000. അതുപോലെ തന്നെ ബിയും എഴുതുക, സി അതുപോലെ എഴുതരുത്. സി നമ്മൾ നേരത്തെ എങ്ങനെ ചെയ്തു ആ ഫോർമുല നോക്കുക, ബി മൈനസ് എ. അതായത് 7 ലക്ഷം മൈനസ് 6,80,000, അപ്പോൾ 20,000 കിട്ടും. 2.94. അപ്പോൾ ഇത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.94% എന്തുകൂടി, എക്സ്പെൻസ് കൂടി. അതാണ് എക്സ്പെൻസിൻ്റെ ഇൻക്രീസ് അത്രയും ഉണ്ടായിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമ്മൾ, പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ, അതായത് ഇൻകത്തിൽ നിന്ന്, അതായത് ടോട്ടൽ റവന്യൂ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ ആ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഇതും പിന്നെ അതുപോലെ തന്നെ ചെയ്യണം. എങ്ങനെയാണോ നമ്മൾ കോളംസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്ത് അതുപോലെ, അതായത് അത് സിയിലേക്ക് എത്തുമ്പോൾ, അതായത് ബി നമ്മൾ എഴുതിയിട്ടു സിയിലേക്ക് എത്തുമ്പോൾ അത് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്ര ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ അവിടെ ഇൻക്രീസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 65.71% ഇൻക്രീസ് ഉണ്ടായി. ഇൻക്രീസ് അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എങ്ങനെയാണ്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എങ്ങനെയാണ് വരാൻ നോക്കാം. അതിൽ ഇൻകം ടാക്സ് നമുക്ക് 40% എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 40% എങ്ങനെ കണ്ടുപിടിച്ചു, പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് മേലെ 40% കണ്ടുപിടിക്കുമ്പോൾ ഏ കോളത്തിൽ ആ താഴെ കിടക്കുന്ന ഐറ്റം കിട്ടും. 1,40,000 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 5,80,000 നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,32,000 കിട്ടും. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, സി കോളം ബി മൈനസ് ആയി ചെയ്യുക. അതുപോലെ തന്നെ പെർസെൻറ്റേജും ഒരേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ 65.70 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നമ്മൾ നോക്കണം. അതെങ്ങനെ നോക്കും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ലെസ് ഇൻകം ടാക്സ്. പ്രോഫിറ്റിൽ നിന്ന് ഇൻകം ടാക്സ് അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 3,50,000 ഏക്കോളത്തിൻ്റെ 3,50,000 മൈനസ് 1,40,000. അപ്പോൾ നമുക്ക് 2,10,000 കിട്ടും. ഇതുപോലെ തന്നെ ബി കോളം ചെയ്യുക. പിന്നെ സി കോളം നേരത്തെ പറഞ്ഞ പോലെ ബി മൈനസ് എ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സെയിം തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ 65.71 കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റും ഇത് ചെയ്യേണ്ട കാൽക്കുലേഷനും ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ റവന്യൂവിൽ ഇൻക്രീസ് ഉണ്ടായത് 24%, എക്സ്പെൻസിൽ 2.94. ഓക്കെ, ഒരു കാര്യം എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കമ്പനി പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. കാരണം എക്സ്പെൻസ് ഉണ്ട് കമ്പനിക്ക് ഒരുപാട്. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിയിട്ട് ഇതെല്ലാം പരിഗണിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കുക. ഇതിൻ്റെ കമൻറ്റ്സ് ഇങ്ങനെയാണ് വരിക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 25%. അത് നെറ്റ് സെയിൽ 25% കൂടി എന്നുള്ളത് നമുക്ക് പ്രോബ്ലം നോക്കിയാൽ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. സെയിൽ 25% കൂടിയിട്ടുണ്ട്. പിന്നെ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഹാവ് ഡിക്രീസ്ഡ് ബൈ 3.45. ഇതും നമുക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ ഓരോന്ന് നോക്കി നമ്മൾ
എഴുതിയാൽ മതി. പിന്നെ ഇൻവെൻട്രീസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഹാവ് ഡിക്രീസ്ഡ് ബൈ 20%. അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതർ എക്സ്പെൻസസ് ഹാവ് ഇൻക്രീസ്ഡ് ബൈ 20%. ടോട്ടൽ എക്സ്പെൻസസ് ഹാവ് ഇൻക്രീസ്ഡ് ബൈ 2.94 whereas the total revenue has increased to 24.27. അതായത് നമ്മൾ ടോട്ടൽ എക്സ്പെൻസും ഇൻകത്തിൻ്റെയും എന്ത് നോക്കി, പെർസെൻറ്റേജ് നോക്കി. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് റവന്യൂ നമുക്ക് വന്നിട്ടുള്ളത് 24.27 എക്സ്പെൻസ് നമുക്ക് 2.94 ആണ്. അതായത് എക്സ്പെൻസ് കുറവാണ്, റവന്യൂ കൂടുതലാണ്. അപ്പോൾ നമുക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള നേട്ടം തന്നെയാണ് ഇവിടെ ഈ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള. പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഓവറോൾ പ്രോഫിറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 65.71 എന്ന് നമുക്കത് അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. എന്നിട്ട് എന്ത് പറയണം, ദർ ഹാസ് ബീൻ റിമാർക്കബിൾ ഇൻക്രീസ് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. കമ്പനിക്ക് എന്താണ് എടുത്തു പറയാൻ കഴിയത്തക്ക വിധം പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ പ്രോബ്ലം അനുസരിച്ച്. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അങ്ങോട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ദി കോമേഴ്സ് ഗാർഡിയൻ സൈനിങ് ഓഫ്.